കരുനാഗപ്പള്ളിക്കാരുടെ സ്വന്തം താജ്മഹൽ പള്ളി അഥവാ അലി ഹസൻ ഷെയ്ഖന്മാരുടെ പള്ളി. ചരിത്രമുറങ്ങുന്ന ഒരു പള്ളി കൂടിയാണിത്. ഈ സ്ഥലപ്പേര് കരുനാഗപ്പള്ളി എന്ന പേര് ലഭിക്കാൻ കാരണം തന്നെ ഈ പള്ളിയാണ്. ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പ് മലബാറിൽ പ്രസിദ്ധനായ ഒരു മുസ്ലിം പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി അലി ഹസൻ എന്ന പേരുള്ള ഒരു സിദ്ധൻ തെക്കോട്ട് പ്രയാണം ആരംഭിക്കുകയും അങ്ങനെ അദ്ദേഹം ഓച്ചിറയിലെത്തുകയും അവിടെ നിന്നും പുതിയകാവ് എന്ന സ്ഥലത്തെത്തുകയും ചെയ്തു. അന്ന് കൊടുങ്കാടായ ഈ സ്ഥലത്ത് കരിനാഗങ്ങളുടെ വിരാഹരംഗമായിരുന്നു. കരിനാഗത്തെ പേടിച്ച് ജനങ്ങൾ ആരും തന്നെ ഇതുവഴി നടന്നു പോകാറില്ലായിരുന്നു. പക്ഷേ സിദ്ധൻ തനിക്കിരുന്ന് പ്രാർത്ഥിക്കാനായി കുറച്ച് സ്ഥലം വേണമെന്ന് കൃഷ്ണപുരം രാജാവിനോട് ആവശ്യപ്പെടുകയും രാജാവ് കരിനാഗങ്ങളുടെ കേന്ദ്രമായിരുന്ന ഈ സ്ഥലം സിദ്ധന് നൽകുകയും ചെയ്തു. സിദ്ധൻ കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിൽ ഒരു കരിനാഗം പ്രത്യക്ഷപ്പെടുകയും നാഗത്തെ തന്ത്രപൂർവ്വം കൂട്ടിലാക്കി രാജസന്നിധിയിൽ എത്തിക്കുകയും ചെയ്തു. സിദ്ധൻ പെട്ടെന്ന് കൂട തുറന്നതും കരിനാഗം പുറത്തു ചാടിയതും ഒരേ സമയത്തായിരുന്നു. ഈ സമയം രാജാവും പരിവാരങ്ങളും ആകെ ഭയന്നു വിറച്ചു. ദിവ്യൻ അതിനെ വീണ്ടും കൂട്ടിലാക്കി കാട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. അതിനുശേഷം ഈ കരിനാഗത്തെ ആ പ്രദേശത്ത് കണ്ടിട്ടേയില്ല. സന്തുഷ്ടനായ രാജാവ് അവിടെ ഒരു പള്ളി കെട്ടുവാൻ സിദ്ധന് അനുമതി കൊടുത്തു. അങ്ങനെ ആ വഴിയരികിൽ ചെറിയ ഒരു മുസ്ലിം പള്ളി പണിയുകയും ചെയ്തു. കരുനാഗത്തിന് ശല്യമുണ്ടായിരുന്ന സ്ഥലത്തെ പള്ളിക്ക് കരുനാഗപ്പള്ളി എന്ന പേര് ലഭിച്ചുവെന്നും പറയപ്പെടുന്നു. അന്നുണ്ടായിരുന്ന ആ ചെറിയ പള്ളി പൊളിച്ച് പണിതാണ് ഇന്ന് കാണുന്ന ഈ താജ്മഹൽ മാതൃകയിലുള്ള ഒരു പള്ളി പണിതത്. ഷെയ്ഖും ശിഷ്യന്മാരുമായി അങ്ങനെ 11 പേരുടെ ഖബറുകൾ നിരനിരയായി കാണുന്ന ഈ പള്ളിയിൽ എത്തി പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും മനഃശാന്തി ലഭിക്കുമെന്നാണ് ഒരു വലിയ വിശ്വാസം. ഏതു കഠിന ഹൃദയത്തിനും അലിവും ശാന്തിയും നൽകുന്ന കേരളത്തിലെ വളരെ പ്രശസ്തമായ പള്ളികളിൽ ഒന്നാണ് ഈ താജ്മഹൽ പള്ളി അഥവാ അലി ഹസൻ ഷെയ്ഖ്മാരുടെ പള്ളി, ഷെയ്ഖ് മസ്ജിദ്. ജാതിമത ഭേദമന്യേ നിരവധി പേർ പ്രാർത്ഥിക്കാനായി ഇവിടെ എത്തുന്നു എന്നതാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ പുണ്യമാസത്തിൽ എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് ബൈ വ്ലോഗ്സിന് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.